വന്നിരിക്കുന്നത് സ്ക്വാഡ് ബിൽഡിംഗ് ആയിട്ടാണ്. പുതിയൊരു സ്ക്വാഡ് ബിൽഡിംഗ് ആയിട്ടാണ്. അതിൽ കണ്ടെങ്കിൽ കാണണ്ട, ഒന്നുമില്ല. പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ആദ്യം ഫോർമേഷൻ കാണിച്ചു തരാം. CB ഒക്കെ 4 CB 4 CB. പിന്നെ ഇവനെ ഇങ്ങോട്ട് ഇറക്കിയത് 2 ഡിഫൻഡേഴ്സിൻ്റെ ഒപ്പം ലൈനായിട്ട് മുട്ടിച്ചടിടും. പിന്നെ ഫോർവേഡിനെ ഇങ്ങോട്ട് ഇറക്കും. അവിടെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും കാണുക, അത് മാറ്റണം. എന്താ ഫോർവേഡ് അവിടെ സെക്കൻഡ് സ്ട്രൈക്കർ, ഇവിടെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ. അയ്യോ, സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫോർവേഡും സെൻറ്റർ ഫോർവേഡും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പൊസിഷൻ വൈസ് സോർട്ടാക്കിയിട്ടുണ്ട്. ആദ്യമേ ആക്കിയിരുന്നു. അത് ഗോൾ കീപ്പർ തുടങ്ങുകയാണെങ്കിൽ 1 and only എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയ മാനുവൽ നോയർ. ഇയാൾ നല്ല സേവാണ്. എത്ര മാച്ച് ഇപ്പോൾ നടത്തി? 39 മാച്ച്. ഓക്കെ, മാച്ച് പ്ലേയിൽ 39, ഗോൾസൊന്നുമില്ല. ഓക്കെ, അതാണ് ഗോൾ കീപ്പർ. ഇനിയിപ്പോൾ CB തുടങ്ങുകയാണെങ്കിൽ റൈറ്റ് ബാക്കിൽ നിന്ന് തുടങ്ങാം, ലെഫ്റ്റ് ബാക്കിൽ നിന്ന് തുടങ്ങാം. ലെഫ്റ്റ് ബാക്കിൽ ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, ടീസ് റോബർട്ടോ കാർലോസ്. പിന്നെ ഉള്ളൊരു ചോയ്സ് പിന്നെ റൈറ്റ് ബാക്ക് ബെൻ. എൻ്റെ മാനേജറെ മാറ്റി, ക്രിസ്റ്റോ വാൽബിനല്ല. മൈ മാനേജർ വാസ് ഫ്രാങ്ക് ലംപാർഡ്. ഫോർമേഷൻ അല്ല, ടീം സ്റ്റൈലിൽ കൗണ്ടറാണ്. ഓക്കെ, അതവിടെ ബെൻ വൈറ്റാണ്. പിന്നെ ഒരു CB CB ഒന്ന് ടോണി ആഡംസ്, പിന്നൊരെണ്ണം റൂബൻ ഡയസ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള CBകൾ ഒന്ന് പുയോള് CBക്ക്. പിന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടണതിൽ എനിക്ക് കിട്ടിയത് ബല്ലറ്റീനയാണ്. ആളെ 103 റേറ്റിംഗുള്ള ഡബിൾ ബൂസ്റ്റർ കാർഡാണ് എൻ്റെ CB ഉള്ളത്. ഇനി DMFക്ക് വരികയാണെങ്കിൽ ഒരെണ്ണം CMF അല്ല, DMF. ഒന്ന് വിയേര DMF ആയിട്ട്, അല്ല CMF അല്ല, ഒന്ന് വിയേര പ്ലെയർ പ്രോഗ്രഷന്, വിയേര ഡിഫെൻസീവ് മിഡ്ഫീൽഡർ. പിന്നെ അങ്ങോട്ട് CMF ആയിട്ട് ഞാൻ ഇടുന്നത് ആരുമില്ല. അപ്പോൾ AMFൽ കിടക്കുന്ന കെവിൻ ഡിബ്രൂയിനാണ് അവിടെ ഞാൻ CMF ആയിട്ട് ഇടുന്നത്. പിന്നെ അവർക്കുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പാരിട്ടായിരുന്നു. അതാ വരട്ടെ, മോദ്രിച്ച്, ആൾ CMF ഇടുക. പിന്നെ ഇവൻ സ്കോൾസ് CMFും കൊടുക്കും DMFും കൊടുക്കും. അപ്പം അങ്ങനെ ഇറങ്ങണം. പിന്നെ CMFന് വേണ്ടി ഇതാ, CMFനും ലെഫ്റ്റ് വിങ്ങിനും വേണ്ടി മുസിയാല. CMFും കിടക്കും, ലെഫ്റ്റ് വിങ്ങും മുസിയാല കിടക്കും. ഓക്കെ, ഇനി ലെഫ്റ്റ് വിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ് ഇല്ലേ, അതാ ആള് ഫോർവേഡ് പ്ലെയർ ആണ്. ഹീസ് എ ഫോർവേഡ് പ്ലെയർ. ഹീസ് ഇൻ ലെഫ്റ്റ് വിങ്. പിന്നെ ഇനിയിപ്പോൾ റൈറ്റ് വിങ്ങിൽ ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, അത് ഈ മെസ്സിയാണ്. ലെജൻഡറി മെസ്സിൻ്റെ ഇല്ലാത്ത കാരണം ഈ മെസ്സിയുടെ പ്രോഗ്രഷൻ സ്റ്റാറ്റ്സ് സ്റ്റാറ്റാണ്. ബോൾ കൺട്രോൾ 102, ഡ്രിബിളിംഗ് 101, ടൈറ്റ് പൊസിഷൻ 100, ഒഫെൻസീവ് അവയർനെസ് 92. സെയിം മെസ്സിയാണ്. പിന്നെ ഫോർവേഡിലാണ് വിങ്ങേഴ്സിന് ഇത് വേണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട്.
വിംഗേഴ്സിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് നെയ്മറിനെ ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് എല്ലാവർക്കും കിട്ടിയ റിബറി. അവിടെ റൈറ്റ് വിങ് കിടക്കും, ലെഫ്റ്റ് വിങ് കിടക്കും. പിന്നെ റൈറ്റ് വിങ്ങിൽ എവിടെ റൈറ്റ് വിങ്ങിൽ ഞാൻ ഇടുന്നത് ഡേവിഡ് ബെക്കാം. പിന്നെ ബാക്കിയുള്ള ഫുള്ള് ഫോർവേഡിനാവുന്നു. അല്ലല്ല ഒരാളും കൂടി, അതാ ഡേഗോ മർഡോണ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, മർഡോണ വന്നത്. ഇനിയാണ് മെയിൻ പൊസിഷൻ ഫോർവേഡിൽ ഞാൻ ഒന്ന് റൊണാൾഡോ, പിന്നൊന്ന് ഹാലൻഡ് ആണ് ഒന്നപ്പുറത്തുള്ളത്. പിന്നെ ഇതിപ്പോൾ ഇന്ന് ഫ്രീ ട്രയലിലേക്ക് അടിച്ചാണ് ഡേവിഡ് വിയനെ. ഡേവിഡ് വിയ ഉണ്ട് ഇപ്പം. അതാ ക്രിസ്റ്റോഫ് സ്റ്റോയിച്ച്കോവ്, പിന്നെ ഇവൻ പിന്നെന്താ സ്വന്തം ഡേവിഡ് വിയ. പക്ഷേ ഒരാൾ കൂടി കുറവുണ്ടല്ലോ. ഇപ്പം ആരാ നോക്കിക്കോട്ടെ, ആരെ കുറവുള്ളു. എത്ര പേരേ ഉള്ളൂ? അതാ വരുന്നു. ഇയാളെ മറന്നു. ഇയാൾ ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനുള്ള ആളാ. ഡിഫെൻസീവ് മിഡിലിതാ പൈസ കൊടുത്ത് വാങ്ങിയ, ശരിക്കുള്ള പൈസ കൊടുത്ത് വാങ്ങിയ പെപ് ഗാർഡിയോളുണ്ട്. അപ്പം അതാണ് എൻ്റെ ടീം. ഇനി മാച്ച് റോൾസിക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ ടോണി ആഡംസിനിട്ടു. പിന്നൊരെണ്ണം പാട്രിക് വിയേറ, അല്ലല്ല അവിടെ പാട്രിക് വിയേറ. പിന്നെ ഇവിടെ ക്രിസ്റ്റോ റൊണാൾഡോ. ഇവിടെ പാട്രിക് വിയേറ ഇടാറില്ല. അല്ല, ഇവിടെ ഇനി റൊണാൾഡോ. ഓക്കെ. പിന്നെ പെനാൽറ്റി ടേക്കർ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഇടുക. റൈറ്റ് കോർണർ കിക്ക് മെസ്സി. ലെഫ്റ്റ് കോർണർ കിക്ക് പിന്നെ റോബർട്ടോ കാർലോസ് തന്നെ. ഷോർട്ട് ഫ്രീ കിക്ക് ടേക്കർ മെസ്സിയല്ല എവിടെയാണ് ഷോർട്ട് കെവിൻ ഡി ബ്രൂയിനെ. പിന്നെ ലോങ് ഫ്രീ കിക്ക് ക്യാപ്റ്റൻ ടോണി ആഡംസ് അല്ല, ക്യാപ്റ്റൻ പാത്രിക് വിയേര, അല്ലല്ല ആന്ത്രിയാസ് മെസ്സി. അതാണ് ഇത്. ഇനി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ ഡിഫെൻസീവായിട്ട് ഞാൻ ഇടും, അടുത്ത് ഒഫെൻസീവായിട്ട് ഞാൻ ഇടും. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ ഒരു കൗണ്ടർ ടാർജറ്റായിട്ട് ഞാൻ മെസ്സിനിടും. മാറ്റി താഴെ ഡിബ്രൂയിനിടും. അപ്പോൾ ഡിഫെൻസീവിന് റോബർട്ടോ കാർലോസ് നോക്കിക്കോളും. പിന്നെ ഒഫെൻസ് ആ ഒരു ഭാഗം ഫുള്ള് ഇവൻ നോക്കിക്കോളും. കൗണ്ടർ ടാർജറ്റ് ഡിബ്രൂയിൻ. അപ്പോൾ അവൻ മോളിക്ക് കയറി വരും. ഡീപ്പ് ലൈനായിട്ട് മെസ്സി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കറണ്ട് 11. അപ്പോൾ നിങ്ങളുടെ 11 എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ 11 എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ 11 വെച്ചിട്ട് നമുക്ക് ഒരു മാച്ചായിട്ട് കാണാം. അതായത് അടുത്ത വീഡിയോയിൽ ഒരു മാച്ചായിട്ട് കാണാം. അപ്പോൾ അതായിരിക്കും. ബൈ.